ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈസെൽഫ് ആദുവിൻ്റെ വ്ളോഗാണിന്ന്. എനിക്ക് നിങ്ങളോടായിട്ട് കുറച്ച് സങ്കടങ്ങൾ പറയാനുണ്ട്. എല്ലാ ദിവസവും ഇവരുടെ പുറത്തുണ്ടോ, പക്ഷെ താഴെ ഇറക്കി വിടൂല. ഞാനൊരു കുഞ്ഞല്ലേ, എനിക്ക് കളിക്കണ്ടേ. ഉമ്മയാണ് എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഉമ്മച്ചാണെങ്കിൽ കയ്യിൽ പിടിച്ചെന്നെ ലോക്കാക്കിയേക്കും. അപ്പോൾ ഞാനിവിടുന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കുഞ്ഞമ്മേനെ പിടിക്കാമെന്ന് വിചാരിച്ചത്. കുഞ്ഞമ്മയുടെ കൈ കയറി കഴിഞ്ഞ് രണ്ട് ചേട്ട ചാടിയ അവളെന്നെ ഇറക്കി വിടും. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് അവളെന്നെ ഇറക്കി വിട്ട് ഗൈസ്. ഇറക്കി വിട്ട എന്റെ സന്തോഷത്തിൽ എനിക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ കാണുന്നിടത്തോടൊക്കെ ഓടി. അപ്പോഴേക്കും അമ്മയൊന്നും തന്നെ പൊക്കി. അമ്മ എന്നെ ലോക്കാക്കുന്നതിന് മുന്നേ രക്ഷപ്പെടണമല്ലോ. വീണ്ടും ഞാൻ ഓടി അടുത്ത സ്ഥലത്ത്. ബൈ അവിടുത്തെ ചേട്ടന്മാർ എനിക്ക് കളിക്കാൻ തന്ന ബോളാണിത്. ബോളല്ല, ബലൂണാണ്, പക്ഷെ ബോൾ പോലെ ഇരിക്കുന്നു. നമുക്കിതിനെ ഫുട്ബോളായിട്ട് ഉപയോഗിക്കാം. ഞാൻ കാണിച്ചില്ല ഇപ്പം എങ്ങനെ തട്ടുന്നതെന്ന്. ചേട്ടാ, ഇതേതാ പുതിയ കളിക്കാരൻ? ഇവന് പരിചയമില്ലല്ലോ കണ്ട്. അവന്റെ മോള് കൊള്ളാം, കുറച്ചുകൂടെ വലുതാണ്, പിന്നെ അതെടുക്കാം. സമ്മതിച്ചില്ല ഗൈസ്, അവനെ തന്നെ ഒന്ന് മേടിച്ചു. ഞങ്ങൾ നമ്മളൊരു കച്ചറ വേണ്ട വിചാരിച്ചു. ഉമ്മ എന്നെ വന്ന് വിളിച്ചോണ്ട് പോയി. ഉമ്മി കുഞ്ഞുമിൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ കുറച്ചു നേരം കുഞ്ഞുമിനിട്ട് ഞാൻ നടത്തിച്ചു. അപ്പോഴേക്കും എനിക്ക് നല്ലപോലെ ദാഹിച്ചു. അപ്പൊ ഉമ്മീൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചു. അങ്ങനെ ഉമ്മി വെള്ളമൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുമ്മ എന്നെ എടുത്തോണ്ട് പോയിട്ട് ഇവിടെ ഇരുത്തി. ഇവൾക്ക് ഫുൾ ടൈം ഈ ഫോണും വീഡിയോ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് കാണുമ്പോൾ ദേഷ്യം വരും. ഞാൻ പലവട്ടം പറഞ്ഞു എനിക്ക് ഫോൺ വീട്ടിൽ എടുക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ അവളത് കേൾക്കത്തില്ല. അവൾ മൈൻഡ് ഇല്ല. കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഡിസ്റ്റർബ് ചെയ്യണം ഗൈസ്. നിങ്ങളെ കാണുന്നില്ലേ? കുറച്ചു നേരം മൈൻഡ് ചെയ്തിരുന്ന അവൾ തന്നെ എനിക്ക് പൊക്കോളും. ഞാനങ്ങനെ വിചാരിച്ചെങ്കിലും അവൾ എന്നെ ഇട്ടിട്ട് എങ്ങും പോയില്ല. ഫുൾ ടൈം വാച്ചിങ് ആയിരുന്നു. ഞാൻ നോക്കുമ്പോൾ അക്കിയൊക്കെ കളിക്കുന്നുണ്ട്. രണ്ട് അക്കിമാരെ എന്നെ നോക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരാരും വന്നില്ല. പിന്നെ കുറച്ചു നേരം ഞാൻ അവരുടെ കളിയൊക്കെ കണ്ടു. ബൈ ആ കടയിലുള്ള എല്ലാവരും നോക്കി ഞാൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും എന്നെ ഒന്ന് എടുക്കുവോ രക്ഷിക്കുമോ എന്നറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞമ്മ വീണ്ടും വന്നു. അവൾ കാര്യമായിട്ട് എന്തോ കഥ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നപ്പോൾ എൻ്റെ ചെവിയിൽ എന്തോ കൊണ്ടു. അല്ല, ഇതെന്താ സാധനം? ഇതെന്തത് മൂക്കുത്തിയോ? എനിക്കില്ലല്ലോ ഇതിങ്ങനെ പറിച്ചെടുക്കാൻ നോക്കിയാൽ വരുമോ? ഇല്ല. കുറച്ച് നേരമായിട്ട് ഉമ്മിനെ കാണുന്നില്ല, ഉമ്മച്ചിനെ കാണുന്നില്ല. ഇവ രണ്ടിത് എവിടെയാണെന്തോ. അല്ലെങ്കിലും ഇങ്ങനെയുള്ള കടകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആർക്കും വേണ്ട. പക്ഷെ എൻ്റെ രണ്ട് അക്കിമാരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രണ്ടുപേരും ഒരേപോലെ ഇഷ്ടം. ഐശുക്ക് നല്ല കെയറിങ് കേട്ടോ. ഇതാണ് ഐശുക്ക്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ അക്കി. ഞാൻ ഇവളെ ഇങ്ങനെ കേട്ടോ സ്നേഹിക്കുന്നത്. അവള് മുടി പിടിച്ച് വലിച്ചപ്പോൾ എന്തൊരു സന്തോഷം. പക്ഷെ ആള് പാവം കേട്ടോ. ഇത്ര നേരം കുഞ്ഞമ്മീൻ്റെ ഉമ്മ സഹിച്ചാൽ മതിയായിരുന്നു. ഇനി ഇവരെയും കൂടെ സഹിക്കണമല്ലോ പഠിച്ചോനെ. കുഞ്ഞമ്മയ്ക്ക് ഈ മൂക്കൂത്തിയും പിന്നെ അടുത്ത് കാണിക്കുന്ന കൈച്ചെയിനും എടുക്കാനാണ് വന്നത്. പിന്നെ എനിക്കൊരു ചെറിയ കൈച്ചെയിനും. എല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മ വന്ന് തന്നെ എടുത്തു. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞിട്ട് എന്നെ താഴെ വിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.